ഫസ്റ്റ് കൺസൾട്ടേഷൻ ആട്ടോ ഇന്നത്തെ. അപ്പൊ നമ്മൾ വന്നിരുന്നപ്പോ ചെറിയൊരു സന്തോഷ വാർത്തയല്ലേ, അപ്പൊ നമുക്ക് അതൊന്ന് ആദ്യം സന്തോഷം പങ്കിട്ടിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഫയല് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫയൽ ഇങ്ങനെയാട്ടോ ഉള്ളത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിലുള്ള ഫയല്. ഇത് ഞങ്ങളുടെ പഴയ ഫയൽ ഇങ്ങനെയായിരുന്നു, റെഡ് കളറൊക്കെ ആയിട്ട്. ഇപ്പൊ കുറച്ചുകൂടി മോഡൽ. ഇപ്പൊ എന്ന് വെച്ചാൽ ഇതൊരു 1-1.5 കൊല്ലമായിട്ട് ഇങ്ങനെയുള്ളത്. അതിന് മുമ്പ് 1.5 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പൊക്കെ ഇങ്ങനെയായിരുന്നു ഫയൽ. അപ്പൊ ഇത് ഫസ്റ്റ് വന്നത് 8/10/2022 നമ്മളുടെ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അല്ലേ. അപ്പോ ഇത് അദ്ദേഹത്തിന്റെ റോസി മാത്യു. വയസ്സ് നോക്കുക 74 വയസ്സ്. പക്ഷെ കണ്ടാത്ര തോന്നൂല്ല, അത് വേറെ കാര്യം അല്ലേ അമ്മ അല്ലേ. എന്താണ് ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയൂ. അപ്പൊ ഇതാണ് നമുക്ക് 2022 മുതൽ ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 2 കൊല്ലമായിട്ടും ഒരു രോഗം മാറാണ്ട് ഇങ്ങനെ ഇവിടെ ക്ലിനിക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണോ, അപ്പൊ അതിലെന്താ ഇത്ര ആധികാരികമായിട്ട് പറയാനുള്ളത്, 2 കൊല്ലമായിട്ട് രോഗം മാറിയില്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇദ്ദേഹത്തിന് മൗത്തില് നമുക്കറിയാം CA കൺഫേം ആയതായിരുന്നു. കാരണം ക്യാൻസർ സെൽസിൻ്റെത് കൺഫേം ആയി. അവര് ബയോപ്സിക്ക് എടുത്തു, FNAC ചെയ്തു, അങ്ങനെ കൺഫർമേഷൻ കിട്ടിയ കേസാ. അപ്പൊ അവര് അന്ന് മെയ്യിലായിരുന്നു കൺഫേം ആയത് അല്ലേ. മെയ്യിലല്ലേ നമ്മളുടെ ഇവിടെ വരുന്നത്? ഒരു 2 മാസം അവരുടെ ട്രീറ്റ്മെന്റ് കൂടെ പോയി. അപ്പൊ അങ്ങനെ നിങ്ങക്ക് പിന്നെ എന്താ അവര് റേഡിയേഷനും എന്താ പറഞ്ഞവര് ചെയ്യാൻ, കീമോ ഒക്കെ ചെയ്യണം. ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ട്, സർജറി മാത്രം. അതും നമുക്കൊരു ഉറപ്പായ കാര്യമല്ല, അങ്ങനെയാണ് പറഞ്ഞത് സാർ. അപ്പോ ആലോചിക്കണമെന്ന് തോന്നുന്നു. ഏജ് ഒരു വിഷയം, ആരോഗ്യം ഒരു വിഷയം, പൈസ ഒരു വിഷയം. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് അപ്പൊ എത്ര രൂപ വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ ഏകദേശം ഒരു 12 ലക്ഷം വരും, അത്രയും വരും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു പൈസ നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാം, അതൊരു വിഷയമല്ല, പക്ഷെ ക്യൂർ ആവില്ലേ. അതിനൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇത് ലോങ് ആയ ഒരു സർജറിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നു. 15 മണിക്കൂറൊക്കെ പിടിക്കും. ഇത് എത്രത്തോളം വ്യാപനമുണ്ട് എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ സർജറിക്ക് ഇതില് വരുന്ന ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടെത്താം. പിന്നെ മാത്രമല്ല സർജറി ഒന്നാമത് സോഫ്റ്റ് ടിഷ്യൂസ് ആണ്, ഷേപ്പ് മാറും. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ചുരണ്ടിയെടുക്കും. എത്രമാത്രം ഈ ഒരു പ്രായത്തിൽ അമ്മ സഹിക്കേണ്ടി വരും വേദനയും കാര്യങ്ങളും. പറഞ്ഞു ഭയങ്കര വേദനയായിരിക്കും. എങ്ങനെ നോക്കിയാലും ഒരു 12-15 മണിക്കൂറിന്റെ ഇടയിലുള്ള സർജറി ടൈം എടുക്കും. എന്നാലും നമുക്കൊരു ഗ്യാരണ്ടി പറയാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. മേജർ സർജറിയാണ്, മൈനർ അല്ല. അല്ല മേജറാണ്. അതാണ് എമൗണ്ടും എന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്ക് തന്നെ ഒരു മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഹസ്ബൻഡിനോട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിക്കണം, മറ്റുള്ളവരുടെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ ആലോചിക്കണം. അപ്പൊ ഒരു വേറൊരു ഡേറ്റ് സാറ് തരുമോ, ഞങ്ങളന്ന് വരാമെന്ന്. അതാണ് സാറ് ഡേറ്റ്. അത് ഉറപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ചെലവഴിക്കുന്നതിൽ കാര്യമില്ല. ആൾക്ക് ക്യൂർ കിട്ടില്ല, പിന്നെ എന്ത് കാര്യം. അത് വേണ്ട, ജീവിക്കുന്ന ആൾക്കാർ ജീവിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ചെയ്യുന്നതിന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് യൂട്യൂബിൽ മാഡത്തിന്റെ കണ്ടത്. അപ്പൊ ആളത് നോക്കാറുണ്ട്, സ്ഥിരം നോക്കുന്ന ആളാ. അപ്പൊ ആള് പറഞ്ഞു നമുക്കിതിന് എന്തെങ്കിലും സൊല്യൂഷൻ അതുവഴി കിട്ടുമെന്ന് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കെന്നാ മാഡത്തിന് പോയി കാണാം. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും ഫസ്റ്റ് കണ്ടു. അപ്പൊ മാഡം വളരെ പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് പോയത്. പിന്നെ ബ്രേക്ക് വന്നിട്ടില്ല. കാരണം 2 കൊല്ലമായിട്ട് നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം അന്നിപ്പോ അമ്മേനെ കണ്ടാൽ അറിയാലോ 74 വയസ്സുണ്ട്. എന്നിട്ട് പോലും അവര് പറഞ്ഞു സർജറി ചെയ്യണമെന്നാ പറഞ്ഞു. അപ്പൊ നമ്മള് 2 കൊല്ലമായിട്ട് അമ്മേനെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളും വീഡിയോസ് എടുക്കാത്തതെന്ന് വെച്ചാൽ ഇന്നും വീഡിയോ എടുക്കാനൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതേ അല്ല. വെറുതെ ഇരുന്നപ്പോ നമ്മൾ വിചാരിച്ച ആർക്കെങ്കിലും ഇത് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 കൊല്ലമായിട്ട് അമ്മ ചെയ്തോണ്ടിരിക്കുക. നല്ല രീതിയിൽ തന്നെ ഇതിന് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഏകദേശം 10ാം മാസത്തിൽ 2022 നമ്മൾ ഓരോ ആരൊക്കെയാണോ ഇതിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ആ ട്രീറ്റ്മെന്റ് ചെയ്ത ആൾക്കാരുടെ പേരും പിന്നെ അതേപോലെ തന്നെ സൈനൊക്കെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ മുടക്കിയിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത്രയും ഡേയ്സിൽ 2022 വന്നു. അത് കഴിഞ്ഞിട്ട് 12ാം മാസം കഴിഞ്ഞ്
2023 പിന്നെ ചെയ്തു. പിന്നെ 2023 കൂടുതലും അമ്മക്ക് ഉറക്കയില്ലായ്മ ഉണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു, പിന്നെ എരിവ് വായിലെത്തുമ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എരിവ് ബുദ്ധിമുട്ട്, എന്തും കഴിക്കാനും ഇറക്കാനും പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയാണ് നമുക്ക് സിംറ്റംസ് കാണിക്കുന്നതാണല്ലോ. അങ്ങനെ ഇത്രയൊക്കെ ചെയ്തു. പിന്നെ അത് 2023 ഫുള്ള് ഇവര് മുടങ്ങാണ്ട് വരും കേട്ടോ. മുടങ്ങാണ്ട് ചിലപ്പം 15 ദിവസം കൂടുമ്പം ആഴ്ചയിലൊന്നായിരുന്നു, പിന്നെ 15 ദിവസം കൂടുമ്പോൾ വന്നു. റിഫ്ലക്സോളജി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഐ മസാജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് 2023 കഴിഞ്ഞു. ഇപ്പൊ 2024 കയറി. ഇന്ന് എന്താ പറയാ, ഇന്നത്തെ ഡേറ്റ് 4-ാം തീയതിയാണ്. നമ്മളിപ്പോ ഇത് വീഡിയോ എടുക്കുന്ന 4-ാം തീയതി. ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടില്ല. വളരെ കുറച്ച് അവര് സർജറി പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ഷുഗർ ഉണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ കൺട്രോൾഡ് ആണ് ഷുഗർ. അതെ, കാരണം നമ്മള് അതിനുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും വിചാരിക്കും ഈ പറഞ്ഞ പോലെ ക്യാൻസേഴ്സിന് എന്തെങ്കിലും അക്യുപഞ്ചറിൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാണുമ്പം പല ഡോക്ടേഴ്സും ചിലപ്പോൾ അതിനെ വിമർശിക്കാം. പക്ഷെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അക്യുപഞ്ചറിനെ കുറിച്ച് പഠിക്കുക. അക്യുപഞ്ചറിലെ ക്യാൻസറിന് എത്രമാത്രം ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ഉണ്ട് എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കുറെ പേപ്പേഴ്സ് വർക്ക്, അതും സയന്റിഫിക്കലി WHO അംഗീകരിച്ചിട്ട് പ്രൂവ് ചെയ്ത കുറച്ച് പേപ്പർ വർക്ക്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പേപ്പർ വർക്ക്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള കുറെ കേസ് ഹിസ്റ്ററീസ് ആണ്. അത് ഞാനല്ല അത് ചെയ്തിട്ടുള്ളത്, വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവര് റിസർച്ച് ചെയ്ത ഗവേഷണം നടത്തിയ കുറെ കാര്യങ്ങളാണ് ഈ പേപ്പറിൽ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അക്യുപഞ്ചറിൽ ഇതിപ്പോ കീമോയോ റേഡിയേഷനോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷെ കീമോയോ റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും നമുക്കിതിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പം കീമോയോ റേഡിയേഷൻ മൂലമുള്ള സൈഡ് എഫക്ട്സുകളെ മാറ്റാനാണ് കൂടുതലായിട്ടും അക്യുപഞ്ചർ ചെയ്യുമ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ടോക്സിൻസ് റിമൂവല്, പിന്നെ അതേപോലെ തന്നെ കീമോ മൂലമുള്ള സൈഡ് എഫക്ട്സുകൾ, റേഡിയേഷൻ മൂലമുള്ള സൈഡ് എഫക്ട്സുകൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഉറക്കക്കുറവ്, അങ്ങനെയൊക്കെയുള്ള, പിന്നെ മൈൻഡ് റിലാക്സേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ടാണ് സാധാരണ ക്യാൻസേഴ്സിന് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് പോവാം. ഇതൊരിക്കലും ഞാൻ പറഞ്ഞതല്ല, നമ്മൾ പഠിക്കുകയും അതുപോലെ ഒരുപാട് ഗവേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഞാനല്ല നടത്തിയത്, നടത്തിയിട്ടുള്ള ആൾക്കാർ പോലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ പഠിച്ച രീതിയിൽ നമുക്ക് ക്ലിനിക്കിൽ ഇതുപോലത്തെ ഒരുപാട് കേസസ് വന്ന് ഇതൊരു കേസല്ല, എല്ലാവർക്കും വീഡിയോ തരാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുപോലെ ഒരുപാട് ലങ് ക്യാൻസർ ആയിക്കോട്ടെ, ഒരുപാട് ക്യാൻസേഴ്സിന് നമുക്ക് നല്ല രീതിയിൽ അവർക്ക് റിലീഫ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നാച്ചുറോപ്പതി ഡോക്ടർ ഉണ്ട്. അപ്പൊ ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമുള്ള കുറച്ച് ഫുഡ് ഡയറ്റ്സ് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതുപോലെ ആയുർവേദ ഡോക്ടർ ഉണ്ട് ഇവിടെ. അവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ചസും ഫുഡിന്റെ ചേഞ്ചസും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഞാൻ അക്യുപഞ്ചറും അതുപോലെ ഇവിടുത്തെ നാച്ചുറോപ്പതി ഡോക്ടറും ആയുർവേദ ഡോക്ടറും എല്ലാവരും കൂടി കമ്പൈൻ ചെയ്ത് ഒരു ഇന്റഗ്രേറ്റീവ് സിസ്റ്റത്തിലൂടെ പോയതാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടാൻ കാരണമായിട്ടുള്ളത്. അവര് പറഞ്ഞത് 3 മാസേ ഇത് നിൽക്കുള്ളൂ എന്നല്ലേ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ അമ്മ 3 മാസം പറഞ്ഞത്, ഞാൻ 2 കൊല്ലം ഞാനല്ല ദൈവം തമ്പുരാൻ ആയുസ് തന്നത്. ഞാൻ ആയുസ് കൊടുക്കാൻ ആളല്ല, രോഗം മാറ്റാനും ഞാൻ ആളല്ല. കാരണം നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്, രോഗം മാറ്റുന്നവൻ ദൈവം തമ്പുരാൻ മാത്രമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് നമുക്ക് നിൽക്കാനായിട്ട് സാധിച്ചു. അവര് 3 മാസം പറഞ്ഞു, ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞു. ഇവിടെ പൈസ മേടിക്കുന്നുണ്ടോ? ഇത്രയും നാളുകളായി അങ്ങാതായിട്ട്. അപ്പൊ ഇവിടെ മരുന്നിനെല്ലാം ചെലവ് കൂടുതൽ, വരാനാണ് പക്ഷെ വരാതെ ശരിയാവില്ല. ഇവിടെ ഇത്തരം പേഷ്യൻസിന് നമ്മള് നീഡിൽസ് ഒക്കെ ഫ്രീ ട്രീറ്റ്മെന്റ് ആട്ടോ കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. 2 കൊല്ലമായിട്ട് നീഡിൽസിന് പൈസ ഒന്നും നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും അത് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും തെറാപ്പി ആവശ്യം വരുവാണെങ്കിൽ മാത്രമാണ്. അതെ അതെ, മാനുവൽ തെറാപ്പി എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ചെറിയൊരു എമൗണ്ട്, ബാക്കിയെല്ലാം ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ ഞാൻ പൈസ എയിം ചെയ്തിട്ടാണോ അങ്ങനെയൊക്കെ ചില എന്താ പറയാ ട്രോൾസുകളൊക്കെ വരും. പൈസ എയിം ചെയ്യുന്നില്ല, പൈസയുടെ പുറകെ ഞാൻ പോവില്ല, അത് ഉറപ്പാണ്.
അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ പൈസ എന്റെ പുറകെ വരട്ടെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആൾക്കാർക്കൊക്കെ നമ്മള് ഇപ്പൊ നോക്ക് 2 കൊല്ലം ഞാൻ ഇവിടത്തെ ഒരു എമൗണ്ട് വെച്ച് ട്രീറ്റ് ചെയ്ത് എത്ര രൂപയാവും നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. ചിലപ്പോ എല്ലാ സാധാരണക്കാർക്കും അഫോർഡ് ആവില്ല. ഇപ്പൊ നമ്മളിതൊരു കാലുവേദന കൈവേദന ആണെങ്കിൽ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ടോ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് മാറ്റാന്ന് വിചാരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മളിവിടെ കുറെ കൂടി ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യുന്ന കുറെ നീഡ്ലിംഗ് ടെക്നിക്കും ക്യാൻസർ സെൽസിനെ മൾട്ടിപ്പിൾ ചെയ്യാതിരിക്കാനുള്ള നീഡ്ലിംഗ് ടെക്നിക്കും ഒക്കെ അക്യുപഞ്ചറിൽ അവൈലബിൾ ആണ്. അപ്പൊ അക്യുപഞ്ചറിനെ കുറിച്ച് കൂടുതൽ അവെയർ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വിമർശിക്കാം, അല്ലാത്തവർക്ക് അംഗീകരിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച്.